എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. സർവേശ്വരകാരകനായ വ്യാഴം രാശി മാറുകയാണ് 2025 ഒക്ടോബർ 19, അതായത് 1201 തുലാമാസം 2-ാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നു. വ്യാഴത്തിൻ്റെ അതിചാരമാണിത്. അതായത് ഒരു 48 ദിവസത്തേക്ക് മാത്രമാണ് വ്യാഴം ഇങ്ങനെ ഈ ഒരു കർക്കിടക രാശിയിലേക്ക് എത്തുന്നത്. വീണ്ടും ഇത് പൂർവാവസ്ഥയിൽ, അതായത് മിഥുനം രാശിയിലേക്ക് ഡിസംബർ 5 എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഭൂമിയിലേക്ക് അതിശക്തമായ വ്യാഴബലം എത്തിക്കുവാൻ കഴിയും. വ്യാഴത്തിൻ്റെ ശക്തി ഭൂമിയിൽ കൂടുതലായി എത്തുമ്പോൾ പൊതുവെ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കും. ഭരണാധികാരികൾ കൂടുതൽ വിവേകമുള്ളവരാകും. ദൈവികത വ്യാപിക്കും. എല്ലാവർക്കും പൊതുവെ സൽഫലങ്ങൾ കിട്ടുമെന്നതാണ് ഇതിൻ്റെ ചുരുക്കം. എന്നാൽ നമ്മൾ അടിസ്ഥാനപരമായ ഒരു വസ്തുത മനസ്സിലാക്കണം. എല്ലാ ഗ്രഹങ്ങളുടെയും ശക്തി ഏവർക്കും ആവശ്യമാണ്. എന്നാൽ ഓരോരുത്തർക്കും ഈ ഗ്രഹങ്ങളുടെ ശക്തിയെ സ്വീകരിക്കാനുള്ള കഴിവ് ഭിന്നമായിരിക്കും. ജനന സമയത്ത് ഗ്രഹങ്ങൾ നിലകൊള്ളുന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തർക്കും ഗ്രഹശക്തി സ്വീകരിക്കുവാനുള്ള കഴിവുണ്ടാകുക. ഗ്രഹം ബലമില്ലാത്തതോ അസ്ഥാനത്തോ ഒക്കെ നിലകൊള്ളുകയാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ശക്തി കുറവ് ആ വ്യക്തിയെ സ്വാധീനിക്കും. ഇത് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാഴം എവിടെയാണ് നിലകൊള്ളുന്നതെന്നൊക്കെ മനസ്സിലാക്കിയും ചാരവശാൽ വ്യാഴം എവിടെയാണ് നിലകൊള്ളുന്നത്, അത് ഓരോരുത്തരെയും എങ്ങനെ ബാധിക്കുമെന്നുമൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും ഇങ്ങനെ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ, കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ളൊരു സാമാന്യ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മേടം രാശിക്കാർക്ക് വ്യാഴം 4-ലാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്രക്കാർക്കാണ് വ്യാഴം 4-ലാണ്. 4-ലെ വ്യാഴം മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന 3-ലെ വ്യാഴത്തേക്കാൾ ഭേദമാണ് എന്നേ പറയാൻ പറ്റൂ. 4-ലെ വ്യാഴം കണ്ടക വ്യാഴമാണ്. അത്ര വലിയ ശോഭനമായ ഫലങ്ങളൊന്നും ആചാര്യൻ പറഞ്ഞിട്ടുമില്ല. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വിഷമങ്ങളും ഒരിടത്തും ഒരു സുഖമില്ലായ്മയും ഒക്കെയാണ് 4-ലെ വ്യാഴത്തെ കൊണ്ടും പറയുവാൻ കഴിയുക. എന്നിരുന്നാലും ദൈവികമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. വിദേശത്ത് ജോലി കിട്ടുന്നതിന് ശ്രമിക്കാം. വ്യാഴപ്രീതി വരുത്തുക. പോരാഞ്ഞ് ഇവർക്ക് ഏഴാണ്ട ശനിയുടെ ദോഷം കൂടിയുണ്ട്. അപ്പോൾ ഇവർ തീർച്ചയായും ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ദർശനം നടത്തുകയും വ്യാഴപ്രീതി വരുത്തുകയും വേണം. ഇനി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിര 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 3-ാം രാശിയിലേക്കാണ് മാറുന്നത്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. 3-ലെ വ്യാഴം ചതിവിൽപ്പെടുത്തുന്ന സമയമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് അവർക്കായി ധനം ചെലവ് ചെയ്യുവാൻ ഇടവരാം. പണം കടം കൊടുക്കാൻ ഇടവരുന്നാൽ അത് തിരികെ കിട്ടാതിരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് ജാമ്യം നിന്നാൽ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ട സ്ഥിതി വരെ സംജാതമായേക്കാം. ശ്രദ്ധിച്ച് നിലകൊള്ളേണ്ട സമയമാണ്. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദം നക്ഷത്രജാതർക്കും തിരുവാതിര, പുണർദം 1, 2, 3 പാദം നക്ഷത്രജാതർക്ക് ഈ വ്യാഴം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിഥുനം രാശിക്കാർക്ക് വ്യാഴം 2-ലേക്ക് മാറുന്നു. ധനപരമായ പുരോഗതി ഉണ്ടാകും. നല്ല വാക്കുകളാൽ ഏവരെയും സ്വാധീനിക്കാൻ കഴിയും. ആഹാരം സ്വാദിഷ്ടമായി ലഭിക്കും. ജോലിയിൽ ഉയർച്ചയും വിദേശത്ത് നിന്നുള്ള ധനലബ്ധിയും പ്രതീക്ഷിക്കാം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിനുള്ള അമിതമായ താല്പര്യമാണ്. ഇത് നിയന്ത്രിക്കണം. പിന്നെ ഇനി കർക്കിടക രാശിക്കാർക്ക് വ്യാഴം ജന്മത്തിലാകുന്നു. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രജാതരുടെ കാര്യമാണ് പറയുന്നത്. ജന്മത്തിലെ വ്യാഴം സ്ഥാനഭ്രംശം ഉണ്ടാക്കുന്നതാണ്. ജോലിക്കാർക്ക് സ്ഥലം മാറ്റം വരും. അത് നാട് വിട്ടും രാജ്യം വിട്ടുമാകാം. ചുരുങ്ങിയത് ഇരിപ്പിടത്തിന് സ്ഥാനമാറ്റമെങ്കിലും സംഭവിക്കാം. ഇത് അപ്രതീക്ഷിതമാകാതിരിക്കണമെങ്കിൽ അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറെടുക്കണം. വ്യാഴത്തെ പ്രീതിപ്പെടുത്തണം എന്നർത്ഥം. പിന്നെ ചിങ്ങം രാശിക്കാരുടെ കാര്യമാണ് നോക്കേണ്ടത്. ചിങ്ങം ത്തിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദം നക്ഷത്രജാതരുടെ കാര്യമെടുത്താൽ ഇവർക്ക് വ്യാഴം 11-ൽ നിന്നും 12-ാം രാശിയിലേക്കാണ് വരുന്നത്. പ്രധാനമായും പ്രതീക്ഷിക്കേണ്ടത് അപ്രതീക്ഷിതമായ അധിക ചെലവുകളാണ്. ഇത് ഒഴിവാക്കാൻ സാധിക്കാത്ത വിധമുള്ളതായിരിക്കുകയും ചെയ്യും. അതായത് മക്കളുടെ വിവാഹം, വീട് പണി അല്ലെങ്കിൽ വീട് മാറേണ്ടി വരിക, രോഗം, കടം കൊടുത്ത് നഷ്ടം വരിക,
സർക്കാർ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനായിട്ട് ചെലവ് ചെയ്ത് ധനനഷ്ടം സംഭവിക്കുകയോ വാങ്ങുന്ന ഉപകരണങ്ങൾ കാര്യക്ഷമമല്ലാതെ നഷ്ടമാകുകയോ മനഃപൂർവ്വം മോഹിപ്പിച്ച് ധനനഷ്ടം വരുത്തുകയോ ഒക്കെ ആകാം. അപ്പോൾ ഇവിടെയും വ്യാഴപ്രീതിയാണ് വേണ്ടത്. വ്യാഴനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വേണ്ട കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ഭജനം നടത്തുകയും വിഷ്ണു സഹസ്രനാമജപവും ഒക്കെ നടത്തിക്കൊള്ളുക. പിന്നെ ഇനി കന്നിരാശിക്കാരെ ചിന്തിച്ചാൽ കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം 2, 3, 4 പാദം നക്ഷത്രജാതരും അത്തം ചിത്തിര 1, 2 പാദം നക്ഷത്രജാതർക്കും വ്യാഴം 11ലേക്കാണ് വരുന്നത്. അപ്പോൾ 10ലായിരുന്ന വ്യാഴം നിന്നിരുന്നത് മർമ്മത്തിൽ കുരു എന്ന് പറയാറുണ്ട്. ഇപ്പോൾ 10ൽ വ്യാഴം നിൽക്കുമ്പോൾ മർമ്മസ്ഥാനത്ത് കുരു വന്നതുപോലെ എല്ലായ്പ്പോഴും വൈഷമ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു കഷ്ടകാലം തീരുകയും ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരികയും ചെയ്യുന്നതോടെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. കൂടാതെ കിടന്നിരുന്ന ധനം, വസ്തുക്കൾ എന്നിവ തിരികെ ലഭിക്കാനിടവരികയും ചെയ്യും. വ്യാഴത്തിൻ്റെ മാറ്റം ഏതാണ്ട് നല്ല ഫലം ലഭിക്കുന്ന രാശിയായിരിക്കണം ഈ ഒരു കന്നിരാശിക്കാർക്ക്. പിന്നെ ഇനി അടുത്തത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3, 4 പാദം നക്ഷത്രജാതരും ചോതി, വിശാഖം 1, 2, 3 നക്ഷത്രജാതരുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്നും കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു. ഏറ്റവും പ്രധാനമായി വരാവുന്നത് കർമ്മസ്ഥാനത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങളായിരിക്കും. ഏറ്റവും മുരടനായ മേലധികാരി വരിക, അഥവാ അജ്ഞാനിയും അഹംഭാവിയുമായ മേലധികാരികൾ വരിക, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ മേലാളന്മാരുടെ അനധികൃതമായ ഇടപെടലുകൾ വരിക, അഥവാ സ്വന്തം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആജ്ഞ ലഭിക്കുകയും അത് ചെയ്ത് വൈഷമ്യങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്യാം. അങ്ങനെ പ്രവർത്തിക്കാതിരുന്നാൽ അവരുടെ വിരോധവും പകയും സഹിക്കേണ്ടി വരും. ഈ സമയത്ത് നിയമം വിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി വൃശ്ചികം രാശിജാതരായ വിശാഖം 4 പാദം അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് വ്യാഴം 9ലേക്ക് വരുന്നത് ഭാഗ്യം തെളിയുന്ന സമയം തന്നെയാണ്. ഇതുവരെ വ്യാഴം മാരകസ്ഥാനത്തായിരുന്നു. അഷ്ടമത്തിലെ വ്യാഴം എല്ലാവിധത്തിലും ധനത്തിനും ആരോഗ്യത്തിനും പോലും മോശമായ ഒരു സമയമായിരുന്നു. 9ൽ വരുന്ന വ്യാഴം ഭാഗ്യവർധന ഉണ്ടാക്കുക തന്നെ ചെയ്യും. സന്താന തടസ്സം നേരിടുന്നവർക്ക് ചികിത്സകളിലൂടെ ഫലപ്രാപ്തി ലഭിക്കാവുന്ന സമയമാണ്. വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുവാനും വിദ്യാവിജയത്തിനും പ്രവേശന പരീക്ഷകളിലെ വിജയത്തിനുമൊക്കെ സൽഫലം കിട്ടാൻ ഇടവരും. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1 പാദം നക്ഷത്രജാതർക്ക് വ്യാഴം 7ൽ നിന്ന് 8ലേക്ക് വരുന്നത് പലവിധത്തിലും എതിരാകുമെന്ന് തന്നെ പറയണം. പ്രധാനമായും സ്വന്തം നിലനിൽപ്പ് മറന്നുകൊണ്ട് ഭാവിയിൽ എതിരാകാവുന്ന കാര്യങ്ങൾ ചെയ്യും. അനാവശ്യമായി വ്യക്തിവിരോധത്തിനിടവരും. അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുക, മരുന്നുകൾ തെറ്റായി കഴിക്കാനിടവരിക, ഇവയൊക്കെ പ്രതീക്ഷിക്കണം. ഹോർമോൺ ചികിത്സകൾ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥികൾക്കൊക്കെ പ്രവർത്തനരഹിതമാവാനുമൊക്കെ ഉള്ളൊരു സാധ്യത ഈ ഒരു അഷ്ടമത്തിലെ വ്യാഴം പറയുന്നുണ്ട്. അഷ്ടമത്തിലെ വ്യാഴം കഷ്ടതയുടെ പര്യായം തന്നെയാണ്. എന്നാൽ നിർബന്ധമായും ഇവർ കടബാധ്യതകളൊക്കെ വരുത്തി വയ്ക്കാൻ ഇടയുള്ളൊരു സമയം കൂടിയാണ്. നിർബന്ധമായും വ്യാഴപ്രീതി വരുത്തണം. പോരെങ്കിൽ ഇവർക്ക് കണ്ടക ശനി കൂടിയാണ്. അതിനാൽ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദോഷങ്ങൾ തീർക്കുവാൻ നല്ലതാണ്. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം നക്ഷത്രജാതർക്കും തിരുവോണം, അവിട്ടം 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ശത്രുസ്ഥാനത്ത് നിന്ന് വ്യാഴം മാറുന്നത് ഉത്തമമായ സ്ഥാനത്തേക്ക് തന്നെയാണ്. അതായത് 6ൽ നിന്നുകൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവവും രോഗങ്ങളും കള്ളന്മാരുടെ ഉപദ്രവവും പരീക്ഷകളുടെ വൈഷമ്യവുമൊക്കെ അനുഭവിച്ച് വിഷമിച്ച ഇവർക്ക് എല്ലാം അനുകൂലമാകുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത്. വിവാഹം, നല്ല സുഹൃത്ത് ബന്ധം, അപ്രതീക്ഷിതമായ പ്രണയബന്ധം, നല്ല ഭാര്യാഭർത്തൃബന്ധം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്താക്കന്മാർ അകർന്ന് താമസിക്കുകയാണെങ്കിൽ ഒന്നിക്കാനൊക്കെ ഇടവരുന്ന സമയമാണ്. പങ്കുകച്ചവടങ്ങളും കൂട്ടായ പ്രവൃത്തികളുമൊക്കെ തുടങ്ങാൻ പറ്റിയ സമയവുമാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം നക്ഷത്രജാതർക്കും ചതയം, പൂരിട്ടാതി 1, 2, 3 നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം 5ലെ വ്യാഴം 6ലേക്ക് വരുന്നു. കൊടുങ്കാറ്റ് പോലെ ശത്രുക്കൾ ഉയർത്തെഴുന്നേൽക്കും. അവർ എല്ലാ വിധത്തിലും ഉപദ്രവിക്കാനുള്ള ശ്രമവും നടത്തും. 45 ദിവസത്തേക്കാണെങ്കിൽ പോലും ഇത് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാനോ ഒക്കെ ഉള്ളവ അധികരിക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയാണ്.
വ്യാഴം സന്താനകാരകൻ കൂടി ആയതിനാൽ സന്താനങ്ങൾക്കും ധനപരമായ ആഗ്രഹത്താൽ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടവരും. ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അംശം വർദ്ധിക്കാനും പ്രമേഹം വർദ്ധിക്കാനും രോഗപ്രതിരോധ ശക്തി കുറയുവാനും പകർച്ചവ്യാധികൾക്കുമൊക്കെ ഇടവരും എന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ കോടതി, പോലീസ് എന്നിവയുമായി ബന്ധപ്പെട്ട വൈഷമ്യങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. ഇവരും അവർക്കും ഏഴാണ്ട ശനിയുടെ അവസാന കാലഘട്ടം കൂടിയാണ്. ഇവരും വ്യാഴത്തെയും ശനിയെയും പ്രീതിപ്പെടുത്തുവാനായിട്ട് ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ നടത്തുക. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 4-ൽ നിന്ന് 5-ലേക്ക് മാറുന്നത് പൊതുവായ ഭാഗ്യവർദ്ധനയാണെന്ന് തന്നെ പറയാം. 5-ലെ വ്യാഴം ഫലം ലഭിക്കാനിട വരുത്തും. സന്താനങ്ങളില്ലാത്തവർക്ക് അത് ലഭിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ആൺസന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യലബ്ധിക്ക് സാധ്യതയുണ്ട് താനും. അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകാം. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത വ്യാഴമാറ്റം രോഗസ്ഥാനത്തേക്കാകാനും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടാകും. അതുകൊണ്ട് അത് നിയന്ത്രിക്കണം. കൂടാതെ ഇവർക്ക് ജന്മശനി കൂടിയാണ്. അത് മനസ്സിരുത്തി ശനിദോഷവും തീർക്കേണ്ടതുണ്ട്. ഇത്രയുമൊക്കെയാണ് ഓരോ രാശി ജാതകയെയും പറ്റിയും പറയാനുള്ളത്. 48 ദിവസത്തേക്കുള്ള ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഫലമാണ് ഇതുവരെ പറഞ്ഞത്. അതായത് ഡിസംബർ 4 വീണ്ടും ഈ ഒരു വ്യാഴം മിഥുനത്തിലേക്ക് മാറുന്നു. വ്യാഴത്തിൻ്റെ അതിചാരം തന്നെയാണിത്. വേണ്ട ഈശ്വര പ്രാർത്ഥനകളിലൂടെയൊക്കെ നമുക്ക് വ്യാഴത്തിനെ അനുകൂലമാക്കുവാൻ സാധിക്കും എന്നറിയുക. എല്ലാവർക്കും വ്യാഴമാറ്റം അനുകൂലമാകട്ടെ. വ്യാഴത്തെ അനുകൂലമാക്കാനും വ്യാഴദോഷം തീർക്കുവാനുമൊക്കെയുള്ള പരിഹാരങ്ങളെപ്പറ്റിയും ക്ഷേത്ര സന്നിധികളെപ്പറ്റിയുമൊക്കെ ഒരു വീഡിയോ അടുത്ത് തന്നെ ഇടുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാൽ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടുവാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.